കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യവും മാറും. ഓരോ തെരഞ്ഞെടുപ്പുകളിലും ബി പറയുന്നത് ഇതാണ്. മുൻകാലങ്ങളിൽ ഇരു മുന്നണികളും അതത്ര ഗൗരവമായി എടുത്തിരുന്നില്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബി പറയുന്ന കാര്യങ്ങൾ ഇരു മുന്നണികളും സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. കേരള രാഷ്ട്രീയവും മാറും എന്നതിൻ്റെ സൂചനയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം. തൃശൂരിൽ സുരേഷ് ഗോപി MP ആയി. പല നിയമസഭാ മണ്ഡലങ്ങളിലും BJP ഒന്നാം സ്ഥാനത്തേക്ക് എത്തി. കേരള രാഷ്ട്രീയത്തിന്റെ മാറ്റത്തിന്റെ സൂചനയാണ് ഇതെന്ന് BJP നേതാക്കൾ പറയുമ്പോൾ അത് ഗൗനിക്കാതിരിക്കാൻ ഇരുമുന്നണികൾക്കും കഴിയാത്ത സാഹചര്യം കേരളത്തിലും സംജാതമായിരിക്കുകയാണ്. തീപ്പാറുന്ന ഒരു ത്രികോണ മത്സരത്തിനുള്ള വേദിയായി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമൊക്കെ കേരളത്തിലും മാറും എന്ന് BJP നേതാക്കൾ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇപ്പോൾ പറയുന്നത്. കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് BJP കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത് ആണ്. കോഴിക്കോട് മേഖലയിൽപ്പെടുന്ന ജില്ലകളിലെല്ലാം ഇതിനകം തന്നെ BJP ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞു. ലക്ഷ്യം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ്. വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട നിരവധി പ്രവർത്തനങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിനൊക്കെ തന്നെ ചുക്കാൻ പിടിച്ച് കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത് കണ്ണൂർ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ സജീവമായി തന്നെ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. BJPയുടെ ഏറ്റവും ശക്തമായ വേരോട്ടമുള്ള ജില്ലയായ കാസർഗോഡ് നിന്നാണ് K ശ്രീകാന്ത് വരുന്നത്. എല്ലാ പ്രേക്ഷകർക്കും ക്വസ്റ്റ്യൻ അവറിലേക്ക് ഹൃദ്യമായ സ്വാഗതം അഡ്വക്കേറ്റ് K ശ്രീകാന്ത്. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ തദ്ദേശ ഭരണ, അത് കഴിഞ്ഞാലുടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതൊക്കെ വരുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് BJPയെയാണ്. മുൻകാലങ്ങളിൽ നിങ്ങളെ മാറ്റി നിർത്തിയവരൊക്കെ തന്നെ ഇപ്പോൾ BJP എന്തു പറയുന്നു, എന്തു ചെയ്യുന്നു എന്ന് നോക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെ ഒരു മാറ്റത്തിന്റെ സൂചനയല്ലേ? BJP വളരുന്നതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവാണ് ഈ പൊതുസമൂഹം ശ്രദ്ധിക്കുന്നു, മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നു. അതിനേക്കാളേറെ ആശങ്കയോടെ BJPയുടെ രാഷ്ട്രീയ പ്രതിയോഗികൾ LDFും UDFും BJPയുടെ പ്രവർത്തനത്തെ കാണുന്നു. BJPയുടെ നിലപാടുകളെക്കുറിച്ച് അവർക്ക് അഭിപ്രായം പറയേണ്ടി വരുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് കേരള രാഷ്ട്രീയത്തിൻ്റെ അജണ്ട നിർണയിക്കുന്ന ഒരു പാർട്ടിയായിട്ട് കേരളത്തിൽ BJP മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് പഴയതുപോലെ BJP എന്തെങ്കിലും പറഞ്ഞു പോട്ടെ എന്ന ഒരു ഒഴുക്കം മട്ടിലോ നിസ്സാരമായിട്ടോ BJPയെ കാണാൻ സാധിക്കില്ല. BJP പറയുന്ന കാര്യങ്ങൾ, BJP എടുക്കുന്ന തീരുമാനങ്ങൾ, BJP നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾ, അതെല്ലാം വളരെ ആശങ്കയോട് കൂടിയിട്ടാണ് ഇവിടുത്തെ LDFും UDFും കാണുന്നത്. അതുകൊണ്ട് BJPയുടെ വളർച്ചയാണെന്ന് സൂചിപ്പിക്കുന്നത്. അവരുടെ ഈ ആശങ്കക്ക് അടിസ്ഥാനമുണ്ടോ? BJPയുടെ വളർച്ച തന്നെയാണ്. BJPയുടെ വളർച്ചയും അവരുടെ തകർച്ചയുമാണ് അവരുടെ ആശങ്ക. കാരണം BJP അഖിലേന്ത്യാ തലത്തിൽ വളർന്നു വന്നിട്ടുള്ള ഒരു പാർട്ടിയാണ്. അങ്ങനെ BJPക്ക് തീരെ സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ ഇതുപോലുള്ളൊരു വളർച്ച കണ്ട് അവിടെയൊക്കെ അധികാരത്തിലെത്തുകയും അവിടെ തുടർഭരണം കിട്ടുകയും ചെയ്തിട്ടുള്ള ചരിത്ര യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങൾ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും രാഷ്ട്രീയ വിദ്യാർത്ഥിക്കും അത് തിരിച്ചറിയാൻ കഴിയും. അത് കേരളത്തിലും സംഭവിക്കുന്നു. കേരളത്തിലും ഒരു മാറ്റം, രാഷ്ട്രീയ മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്, വാസ്തവമാണ്. ഈ നമ്മൾ എപ്പോഴും പറയാറുണ്ട് കേരളത്തിന്റെ മണ്ണ് അത് BJPക്ക് വളരാൻ പറ്റിയ മണ്ണല്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BJPയെ ഒന്ന് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത്. ഇവിടെയും BJPക്ക് വളരാൻ പറ്റും എന്ന് നിങ്ങൾക്കൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് നേരത്തെ ഒരു ശുഭപ്രതീക്ഷയുണ്ടായിരുന്നു, ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ പറഞ്ഞത് കൃത്യമായിട്ട് ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ BJP മാത്രമല്ല, ഇപ്പം CPMൻ്റെ സംസ്ഥാന സമ്മേളനത്തിലെ പ്രമേയങ്ങൾ നോക്കും. CPIയുടെ ഏറ്റവും അവസാനത്തെ CPIയുടെ സംസ്ഥാന സമ്മേളനം നോക്കും. അവരുടെ സംഘടനാപരമായിട്ടുള്ളതും രാഷ്ട്രീയപരമായിട്ടുള്ള അവരുടെ സമ്മേളന പ്രമേയങ്ങൾ തന്നെ BJPയുടെ വളർച്ചയെക്കുറിച്ചിട്ട് അവരുടെ ആശങ്ക പങ്കിടുന്നതാണ്. ആ വളർച്ച ആശങ്ക മാത്രമല്ല, BJPയുടെ വളർച്ചയെ തടയാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ള
ഒരു എന്താ കരച്ചിലാണ് അവിടെ കാണുന്നത്. ഒരു 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 നിസ്സഹായാവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് ബി ജെ പിയുടെ വളർച്ചയെ സി പി എമ്മിനോ സി പി ഐക്കോ യു ഡി എഫിനോ കോൺഗ്രസിനോ ലീഗിനോ ഒന്നും തന്നെ തടയാൻ സാധ്യമല്ല. അവർ രണ്ട് മുന്നണിയായിട്ട് ഇനി രണ്ടായിട്ട് നിന്നിട്ട് അവർക്ക് തടയാൻ സാധ്യമല്ല എന്നുള്ള ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒരു എന്താ അണിയറയിൽ ഇന്ത്യ സഖ്യം കേരളത്തിലും വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ ആശങ്കയൊക്കെ സൂചിപ്പിക്കുന്നത്. അതായത് ഇനിയിപ്പോ ഇവര് തമ്മിൽ പോരടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകില്ല. ഒരു മുന്നണി BJP ഒരു പക്ഷത്ത്, ഇങ്ങനെയുള്ള ഒരു മത്സരം കേരളത്തിലും യാഥാർത്ഥ്യമാകും. അങ്ങനെയാണ് രാഷ്ട്രീയ ചിത്രം മാറിക്കൊണ്ടിരിക്കുന്നത്. ഒറ്റൊറ്റക്കായിട്ട് നിന്നിട്ട് അല്ലെങ്കിൽ LDFും UDF ആയിട്ട് രണ്ട് മുന്നണികളായിട്ട് വ്യത്യസ്ത തട്ടുകളിൽ നിന്ന് BJPയെ നേരിടുമ്പോൾ BJPയുടെ ആ തേരോട്ടത്തെ തടയാൻ സാധ്യമല്ല. അതുകൊണ്ട് തടയണമെങ്കിൽ രണ്ട് കൂട്ടരും ഒരുമിച്ച് നിൽക്കണം എന്നുള്ള അവരുടെ ഒരു സ്ട്രാറ്റജി അങ്ങോട്ടേക്ക് പോവുകയാണ്. അത് മൊത്തത്തിൽ കേരളത്തിൽ അത് എപ്പോൾ സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. കാരണം BJP അത്രയും വളരുകയാണ്, NDA അത്രയ്ക്കും വളരുകയാണ്. ഇപ്പോൾ തന്നെ അവർ പ്രാദേശിക തലത്തിൽ ഓരോ നിയോജക മണ്ഡലത്തിലും ഓരോ വാർഡിലും അത്തരം ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രായോഗികമായിട്ടുള്ള രഹസ്യധാരണയൊക്കെ ചെയ്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് കുറച്ച് തുടങ്ങിയിട്ടുള്ളതാണ്. ഇപ്പോൾ അത് പ്രത്യക്ഷമായിട്ട് ജനങ്ങൾക്കും കൂടി ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഈ ഒരു ഇന്ത്യ സഖ്യം എന്നാണ് മറ്റ് മാധ്യമങ്ങളായാലും മറ്റ് പാർട്ടിക്കാരായാലും പറയാറുള്ളത്. പക്ഷെ അത് BJP നേതാക്കളുടെ നാവിലേക്ക് എത്തുമ്പോൾ അത് ഇന്ത്യ സഖ്യമാകുന്നു. അതെന്താണത്? അല്ല, ഇന്ത്യ എന്നതിൻ്റെ എക്സ്പാൻഷൻ എന്താണ്? ഇന്ത്യ എൻ്റെ അവസാനത്തെ A എന്ന് പറയുന്നത് അലയൻസ് ആണ്. അലയൻസ് എന്ന് പറയുന്നത് മലയാളം എന്താ? സഖ്യമാണ്. അപ്പം അലയൻസ് മൈത്രി എന്ന് പറയാൻ പറ്റില്ലല്ലോ, സഖ്യം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് അതിൻ്റെ അവസാനത്തെ A എന്ന് പറയുന്നതാണ് BJP. അത് യാഥാർത്ഥ്യമാണ്. അതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിക്ക് തന്നെ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പറയുന്നത് തന്നെയാണ് അദ്ദേഹത്തിന് പറയാൻ സാധിക്കുക. അതുകൊണ്ട് ഇന്ത്യ സഖ്യം എന്നില്ല. ഒന്നെങ്കിൽ ഇന്ത്യ എന്ന് പറയണം, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്ന് പറയണം. ഇതാണ്. അല്ലെങ്കിൽ അവർ പറയണം ഇന്ത്യയുടെ Aയുടെ അവസാനം എന്താ, A കഴിഞ്ഞിട്ട് ഒരു അലയൻസ് കൂടിയുള്ള A ഉണ്ടോ എന്നുള്ളത് അവരാണത് വിശദീകരിക്കേണ്ടത്. അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് BJP പറയുന്നത് ശരി, ഇന്ത്യ സഖ്യം. അത് പലപ്പോഴും ഇന്ത്യ സഖ്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് വേറെ കാര്യം. നിങ്ങൾ ഇന്ത്യയുടെ പേര്, ഇന്ത്യ എന്നുള്ള രാജ്യത്തിന്റെ പേര്, അത് ഇന്ത്യ മാറ്റി ഭാരതം എന്നാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള നീക്കങ്ങളൊക്കെ നടത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സഖ്യം തന്നെ വന്നത്. അപ്പോൾ അത് നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ഒരു 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 ചർച്ചയുടെ ഒരു വശം. അങ്ങനെയല്ല. വാസ്തവത്തിൽ ഭാരതത്തെ ഇന്ത്യ ആക്കിയവരാണ് ഇപ്പോൾ ഇന്ത്യ സഖ്യക്കാർ. അതൊരു ഭാരതം എന്ന് പറയുന്നൊരു രാഷ്ട്രമുണ്ട്. ആ രാഷ്ട്രത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു സാംസ്കാരിക പൈതൃകമുണ്ട്, ഒരു ഇതിഹാസമുണ്ട്, ഒരു ചരിത്രമുണ്ട്. അതിനെ താറുമാറാക്കി ഇവിടെ വിഭജനത്തിൻ്റെ വിത്ത് പാകിക്കൊണ്ട് അതിനെ ചുരുക്കിയിട്ട് ഇന്ത്യ എന്ന നിലയ്ക്ക് അതിനെ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നത്തെ ഇന്ത്യ സഖ്യമാണ്. ബ്രിട്ടീഷുകാർക്കും അതിനുള്ള പങ്കുണ്ട്. അപ്പം ആ ഭാരതത്തെ ഇന്ത്യയാക്കിയത്, ആ ഇന്ത്യ എന്ന് പറയുന്നതിനെ യഥാർത്ഥത്തിലുള്ള ഭാരതം എന്നുള്ള നമ്മുടെയൊക്കെ അഭിമാനമായിട്ടുള്ള നമ്മുടെ മാതൃരാഷ്ട്രം, ആ രാഷ്ട്രത്തിൻ്റെ വൈഭവം, പഴയ കാലത്തുള്ള വൈഭവം, അതിൽ നമുക്ക് അഭിമാനം വേണം. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിൽ അഭിമാനം വേണം. ആ അഭിമാനമില്ലാതെ ഒരു പൗരന് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. ആ അഭിമാനത്തോട് കൂടിയിട്ട് എൻ്റെ രാജ്യം ഭാരതമാണെന്ന് പറയാനുള്ള ഒരു ആത്മാഭിമാനമുള്ള ഒരു പൗരൻ, അതിൽ ഒരു തെറ്റുമില്ല. അത് ഇന്ത്യ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പദമാണ്. ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു രാഷ്ട്രത്തെ സൂചിപ്പിക്കുന്ന ഒരു പേരാണ്. അതുകൊണ്ട് ഭാരതം എന്ന് പറയുന്നതിലാണ് ഞങ്ങൾക്ക് കൂടുതൽ, നമുക്കെല്ലാവർക്കും, ഞങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങേണ്ടതല്ല, ഞാനും മനോഹരനും ഉൾപ്പെടെയുള്ള ആൾക്കാർ അഭിമാനത്തോട് കൂടിയിട്ട് ഭാരതം എന്ന് പറയണം. അതിന് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ചുരുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഭാരതം എന്ന് പറയുമ്പോൾ എന്തിനാണ് അതിലൊരു വേറെ എന്തെങ്കിലും ഒരു താല്പര്യം കാണേണ്ട കാര്യമില്ല. അതിനെന്തിനാ ഒരു ദുഷ്ടലാക്ക് അതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കേണ്ട കാര്യം ഒന്നുമില്ല. നമുക്ക് ഭാരതം എന്ന് വിളിക്കാം, ഇംഗ്ലീഷിൽ ഇന്ത്യ എന്ന് വിളിക്കാം. അതിലൊന്നും ഒരു തെറ്റും കാണാം. ഭാരതം എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ അഭിമാനം എന്നാണ് എനിക്ക് നമുക്കെല്ലാവർക്കും തോന്നുന്നത്. ഭാരതം എന്ന് പറയുമ്പോൾ അതിന് നമ്മുടെ ഒരു തദ്ദേശീയമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ പൈതൃകത്തെ എല്ലാം അത് പ്രതിനിധീകരിക്കുന്നു എന്നുള്ളതാണ്. ഒരു യൂണിയൻ അല്ല,
മറിച്ച് ഇതെല്ലാം ഒരു 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 അമ്മ പെറ്റ മക്കള് ഒരു 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 പൈതൃകത്തിൻ്റെ, ഒരു സംസ്കാരത്തിൻ്റെ, സാംസ്കാരിക പൈതൃകത്തിൻ്റെ അനന്തര അവകാശികളാണ് നാം എന്ന് അത് സൂചിപ്പിക്കുന്നു. അതുകൊണ്ടാണ് കൂടുതൽ അഭികാമ്യം ഭാരതം എന്ന് പറയുന്നത്. BJP എന്ന പാർട്ടി രൂപീകരിക്കുമ്പോൾ തന്നെ അത് നിങ്ങളുടെ നേതാക്കളുടെ മനസ്സിലുണ്ടായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടിയാണ്, ഇന്ത്യൻ ജനതാ പാർട്ടി അല്ല രൂപീകരിച്ചത്. അത് അന്നു മുതലേ ഈ ഒരു ചിന്ത സംഘ് പരിവാർ മേഖലകളിൽ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. സ്വാഭാവികമായിട്ടും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാപക നേതാക്കന്മാരുടെ ആശയം അതിൽ പ്രകടമാകുന്നു. അത് പേരിൽ പ്രകടമാകും, അതിൻ്റെ ചിഹ്നത്തിൽ പ്രകടമാകും, അതിൻ്റെ കൊടിയിൽ പ്രകടമാകും, അതിൻ്റെ തത്വ ആദർശങ്ങളിൽ പ്രകടമാകും, അതിൻ്റെ മുദ്രാവാക്യങ്ങളിൽ പ്രകടമാകും. ഏത് ഉദ്ദേശത്തിനാണ് ഭാരതീയ ജനതാ പാർട്ടി രൂപീകരിച്ചത് എന്നുള്ളത് അന്നത്തെ സാഹചര്യവും അത് രൂപീകരിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യവും ഒക്കെ വളരെ കൃത്യമാണ്. താങ്കൾ സൂചിപ്പിച്ചത് കറക്റ്റാണ്. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ പിന്നെ കോൺഗ്രസ്, ഇന്ത്യൻ മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, അങ്ങനെയാണ് CPIM ഒക്കെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വ്യത്യാസം പ്രകടമാണ്. നമ്മൾ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും BJP തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലൊക്കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 30 സീറ്റ് എന്നൊക്കെയാണ് സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞിരുന്നത്. 30 സീറ്റ് കിട്ടിയാൽ നമ്മൾ ഭരിക്കും എന്ന് വരെ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ ഒറ്റ സീറ്റും കിട്ടിയില്ല എന്നുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പും ഇതിൻ്റെയൊക്കെ വോട്ടിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ട് നിങ്ങൾക്ക് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ കിട്ടുന്നില്ല. ഇതൊരു പോരായ്മയല്ലേ? അത് വിലയിരുത്തിയിട്ടുണ്ടോ? അല്ല, അതൊക്കെ ചരിത്രമാണ്. ആ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിട്ടുള്ളത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് തിരിച്ചടിയായിരുന്നു, ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. ആ തിരിച്ചടിക്കുള്ള കാരണം എന്താണെന്ന് ഞങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. അത് തിരുത്താനുള്ള നടപടികൾ ഞങ്ങൾ താഴെത്തട്ടിൽ തന്നെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് അത് തിരുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു. ഞങ്ങൾ സ്വയം അതിന് ആവശ്യമായിട്ടുള്ള സ്ട്രാറ്റജികൾ സ്വീകരിച്ചു. ഞങ്ങൾ ആവശ്യമായിട്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു. ഞങ്ങൾ ആവശ്യമായിട്ടുള്ള പ്രവർത്തന ശൈലി ഞങ്ങൾ ആവിഷ്കരിച്ചു. അങ്ങനെ 2021 ഞങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചടി ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷവും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള കോലാഹലങ്ങളൊന്നും ചെറുതല്ല. അപ്പോൾ അത്രയും വലിയ ഒരു കൊടുങ്കാറ്റ് തന്നെ BJPക്കെതിരായിട്ട് ചില മാധ്യമങ്ങളും രാഷ്ട്രീയ എതിരാളികളും ഒക്കെ പടച്ചു വിട്ടിട്ടും അതിജീവിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചു. അങ്ങനെ 2021 കഴിഞ്ഞ് 2024 ആകുമ്പോഴേക്ക് ഏറ്റവും ശക്തമായിട്ട് തിരിച്ചു വരിക മാത്രമല്ല, ഏറ്റവും കൂടുതൽ വളർച്ചയുള്ള പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയായി. ചരിത്രത്തിൽ ഏറ്റവും വലിയ വോട്ട് ഷെയർ BJPക്ക് കിട്ടി. ഞങ്ങൾക്ക് തൃശ്ശൂർ ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2 ലോക്സഭാ മണ്ഡലത്തിൽ ചെറിയ വോട്ടിന് ഞങ്ങൾ പരാജയപ്പെട്ടു. അപ്പോൾ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഒരുപോലെ BJPയുടെ വളർച്ച നമുക്ക് പ്രകടമായി കാണാൻ സാധിച്ചു. പ്രത്യേകിച്ച് നമുക്ക് മധ്യ കേരളത്തിലും തിരുവിതാംകൂറിലും വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചു എന്നുള്ളതിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറുന്ന നിലയിലേക്ക് 3 വർഷം കൊണ്ട് BJPക്ക് കൈവരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നിയമസഭയുടെ തിരിച്ചടി അത് നമുക്ക് ലോക്സഭയിൽ കവർ ചെയ്യാൻ സാധിച്ചു. അതിൽ പുരോഗതി ഉണ്ടാക്കാൻ സാധിച്ചു. വലിയ ചരിത്ര വളർച്ച കൈവരിക്കാൻ സാധിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ ജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും അനുഭവത്തിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ നേരത്തെ തന്നെ ഒരുക്കങ്ങൾ തുടങ്ങി. ഏറ്റവും പ്രധാനമായിട്ട് BJPക്ക് ഉണ്ടാകേണ്ട വിജയം, അതുപോലെ തന്നെ ഇതിനു മുമ്പേ ഉണ്ടായിട്ടുള്ള പരാജയത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അതിനാവശ്യമായിട്ടുള്ള പരിഹാരങ്ങളും അതിന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സംഘടനാ പാടവത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള തന്ത്രങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് നേരിടുന്ന അടുത്തു നിൽക്കുന്ന സമയത്ത് വലിയ ആത്മവിശ്വാസത്തിലാണ് ജനങ്ങളെ സമീപിക്കാൻ വേണ്ടി പോകും. ഈ താങ്കൾ സൂചിപ്പിച്ച എന്താണ് പരാജയത്തിന്റെ വോട്ട് കിട്ടാതിരിക്കാനുള്ള ഒരു കാരണം എന്നുള്ളത് എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. BJP ജയിക്കില്ല,
അപ്പോൾ മുഖ്യശത്രു അത് CPM-നെ മുഖ്യശത്രുവായി BJP പ്രതിഷ്ഠിച്ചു വെക്കുന്നു. അപ്പോൾ CPM-നെ തോൽപ്പിക്കുക എന്നുള്ള ആ ലക്ഷ്യം വെച്ച് വോട്ട് മറിക്കുന്ന ഒരു സാഹചര്യം. ഇത് നിങ്ങളുടെ വോട്ട് ശതമാനം ഇപ്പോൾ 20% എത്തുന്നു. ഇതൊക്കെ എന്നോ കടന്നു പോകേണ്ട സമയമായിരുന്നില്ലേ? അങ്ങനെ ആ രീതിയിൽ വോട്ട് ചോർന്നു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ BJPക്ക് ഇതിലും വലിയ വളർച്ച മുമ്പേ ഉണ്ടാകുമായിരുന്നു എന്ന് വിലയിരുത്തിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും കേരളത്തിലെ ആദർശത്തിൻ്റെ ഒരു സംഘർഷമുണ്ട്. ആദർശപരമായിട്ട് രണ്ട് തട്ടിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു ആശയങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് ആശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടികളാണ്. ഒന്ന് ഇടതുപക്ഷം, CPM ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. മറ്റൊന്ന് അതിന് നേരെ വിരുദ്ധമായിട്ടുള്ളതാണ് BJP പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യയശാസ്ത്രവും ആദർശവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആദർശങ്ങൾ തമ്മിലുള്ള പോരാട്ടം കേരളത്തിൽ പലപ്പോഴും അത് ശാരീരികമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ, പ്രത്യേകിച്ച് കണ്ണൂരിലും കോഴിക്കോടും കാസർഗോഡ് ചിലയിടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അക്രമരാഷ്ട്രീയം, CPM-ൻ്റെ അക്രമരാഷ്ട്രീയത്തെ നേരിടാനും അതുപോലെ തന്നെ അതിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച BJP-യുടെ അനുഭാവികളായിട്ടുള്ള ചില വോട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടാകാം. അതിന് ഫലം UDF-ന് പോയിട്ടുണ്ടാകും, കോൺഗ്രസ്സിന് പോയിട്ടുണ്ടാകും, പ്രത്യേകിച്ച് കോൺഗ്രസ്സിന്. അപ്പോൾ ഈ അമിതമായിട്ടുള്ള മാർക്സിസ്റ്റ് വിരോധം കൊണ്ടുണ്ടാകുന്ന ശക്തമായിട്ടുള്ള ജനങ്ങളുടെ വികാരം, അവർക്കെതിരായിട്ടുള്ള വികാരം, അത് ചൂഷണം ചെയ്യാനും അത് മുതലെടുക്കാനും കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള നയപരമായിട്ടുള്ള മാറ്റങ്ങൾ BJP എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത കാലത്തൊന്നും അങ്ങനെ മാർക്സിസ്റ്റ് വിരുദ്ധ വോട്ട് CPM-ന് പോകുന്നില്ല. നേരെ മറിച്ച് മാർക്സിസ്റ്റ് വിരുദ്ധ വോട്ട് BJPക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. UDF വിരുദ്ധ വോട്ട് പണ്ട് ആൾട്ടർനേറ്റീവ് എന്ന നിലയ്ക്കാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ LDF-ന് ലഭിച്ചുകൊണ്ടുണ്ടായിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് LDF വിരുദ്ധ വോട്ടും UDF വിരുദ്ധ വോട്ടും അത് രണ്ടും NDAക്ക് വരുന്നുണ്ട്, അതിന് നേതൃത്വം കൊടുക്കുന്ന BJPക്ക് വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ അത് സൂചിപ്പിക്കുന്നത് ജനങ്ങൾ ആ രണ്ട് മുന്നണികൾക്ക്, UDF-നെതിരായിട്ട് നിൽക്കുന്ന ജനവികാരം, അതിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് LDF-ന് വോട്ട് ചെയ്യുന്നതിൽ അർത്ഥമില്ല, അതിൽ കഥയില്ല, മാറ്റമില്ല എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതേസമയത്ത് CPM വിരുദ്ധമായിട്ടുള്ള ആ ഒരു വികാരമുള്ള, അവരുടെ നയങ്ങളോട് യോജിക്കാത്ത ജനങ്ങൾ നല്ല ശതമാനമുണ്ട്. അവർ നേരത്തെ UDF-നാണ്, കോൺഗ്രസ്സിനാണ് വോട്ട് ചെയ്തതെങ്കിൽ ഈ കോൺഗ്രസ്സിനെ കൊണ്ട് കാര്യമില്ല. കാരണം പല കാരണങ്ങൾ കൊണ്ടും ഇവർ തമ്മിൽ പുറത്തേക്കുള്ള ഒരു പോരാട്ടം കാണുന്നു എന്നല്ലാതെ അവർ രണ്ടും ഐക്യത്തിലാണ്. അവരെ കാര്യത്തിൽ അടുക്കുമ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് എന്നുള്ള വാസ്തവം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രണ്ടു കൂട്ടരും ഇന്ന് BJPക്ക് അനുകൂലമായിട്ട് ചിന്തിക്കുകയും NDA ആണ് ബദൽ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വോട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അത് നല്ല ഈ രാഷ്ട്രീയ മാറ്റത്തിൻ്റെ സൂചന എന്ന് പറയുന്നത് അതാണ്, ഈ തെളിയിക്കുന്നത് അതാണ്. നേരത്തെ പോലെ LDF അല്ലെങ്കിൽ LDF-ന് വരാൻ പാടുള്ള UDF വരാൻ പാടുള്ള LDF എന്നുള്ളത് അത് അടഞ്ഞ അധ്യായമാണ്. ഇനി അത് കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞാൽ നടക്കില്ല. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ്, നിങ്ങൾ രണ്ടുപേരും ഇന്ത്യ സഖ്യത്തിൻ്റെ ഘടകകക്ഷികളാണ് എന്നുള്ള തിരിച്ചറിവ് ജനങ്ങൾക്ക് ഇന്ന് വന്നിട്ടുണ്ട്. അത് BJPക്ക് അനുകൂലമായിട്ടുള്ളതാണ്. പിന്നെ പണ്ട് BJPയെ അസ്പർശമായിട്ട് കണ്ട കാലം ഉണ്ടായിരുന്നു. ന്യൂനപക്ഷങ്ങളിൽ നിന്ന് അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് പുകമറ സൃഷ്ടിച്ചത് ഇവിടെ വില പോയിട്ടുണ്ട്. അതിലൊക്കെ രാഷ്ട്രീയമായിട്ട് LDF-ഉം UDF-ഉം വിജയിച്ചിട്ടുണ്ട്. ആ വിജയം അതൊക്കെ ചരിത്രമാണ്. ഇന്ന് ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം BJPയുടെ ലേക്ക് സഹകരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മൾ പൊതുവെ കേരളത്തിൽ കാണുന്ന മാറ്റം. ഈ മഞ്ചേശ്വരം എപ്പോഴും തൊട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് BJPയുടെ ജയം. 100-ൽ താഴെ വോട്ടുകൾക്ക് K. സുരേന്ദ്രൻ പരാജയപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് അത്. അവിടെ BJP ജയിക്കാതിരിക്കാൻ ക്രോസ് വോട്ടിംഗ് അത് നടക്കുന്നുണ്ടോ? അത് ശരിക്കും യാഥാർത്ഥ്യം തന്നെയാണോ? CPM UDF-ന് വോട്ട് മറിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണോ അവിടെ? അത് യാഥാർത്ഥ്യമാണെന്നുള്ള BJPയുടെ ആരോപണം വേണ്ട. അന്തരിച്ച CPM-ൻ്റെ നേതാവ് MP ആയിരുന്ന രാമണ്ണ റൈ തന്നെ അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്.
രാമണ്ണ റൈയോട് അവിടെ മത്സരിക്കാൻ വേണ്ടി പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് സ്വന്തം പാർട്ടിയുടെ ആൾക്കാർ ചതിക്കുമെന്നുള്ളത് കൊണ്ട് മത്സരിക്കുന്നതിൽ നിന്ന് വിമുഖത കാണിച്ച ആളാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളുടെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട്, CPM വോട്ട് മറിക്കാറുണ്ട്. സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിർത്തി ആ സ്ഥാനാർത്ഥി കൂട്ട് ചെയ്യാതെ അപ്പുറത്ത് BJP വിരോധമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കച്ചവട താല്പര്യത്തിന് ലീഗിന് വോട്ട് ചെയ്യുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ അവിടെ ഇപ്പോൾ ആളില്ല. അവിടെ ആൾക്കാർ, അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ അവിടെ നിൽക്കാൻ തയ്യാറില്ല. കാരണം സ്വന്തം പാർട്ടിയുടെ ആൾക്കാരാണ് ചതിക്കുക. അതുകൊണ്ട് പുറത്തുനിന്ന് പോയിട്ട് ആളെ നിർത്തേണ്ടി വരും. ആള് പോകുന്നുണ്ട്. കാഞ്ഞങ്ങാടുന്ന് VV രമേശൻ പോകുന്നത് എന്താ? ഒന്ന് VV രമേശന് അവിടെ വേറെ താല്പര്യമുണ്ട്, മറ്റത് അവിടെ ഉള്ള ആൾക്കാർക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ജനം വോട്ട് ചെയ്യില്ല. ജനം മാത്രമല്ല, സ്വന്തം പാർട്ടിയുടെ ആൾക്കാർ കാല് വാരും എന്നുള്ളതാണ്, ക്രോസ് ചെയ്ത് അപ്പുറത്ത് കൊടുക്കും എന്നുള്ളത്. ഇത് പണ്ട് പഠിപ്പിച്ചത് ഇപ്പോൾ പ്രാദേശിക തലത്തിൽ CPMൻ്റെ നേതാക്കന്മാർ ലീഗിൽ നിന്ന് പണം വാങ്ങി വോട്ട് മറച്ചു കൊടുക്കുന്ന സ്ഥിതിയിലേക്ക് മാറി. പണ്ട് നയപരമായിട്ടുള്ളതായിരിക്കാം, പക്ഷെ ഇന്ന് ധനപരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ചുള്ള പോരാട്ടമൊക്കെ നടക്കാൻ പോവുകയാണ്. തുടർഭരണമാണ് LDFന്റെ ലക്ഷ്യം. അവിടെ UDF ഒരു സീറ്റ് അധികമായി ഉണ്ടാക്കി കൊടുക്കുക എന്നത് ഒരു CPMന്റെ ഒരു തീരുമാനമായി വരാൻ സാധ്യതയുണ്ടോ? അല്ല, അതൊക്കെ CPM ആണ് ഇതാക്കേണ്ടത്. ഇത്തവണ അടുത്ത നിയമസഭയിൽ CPM ഒറ്റക്കെട്ടായിട്ട് തീരുമാനിച്ചാലും UDFും LDFും അടങ്ങുന്ന ഇന്ത്യ സഖ്യം ഒരുമിച്ച് തീരുമാനിച്ചാലും മഞ്ചേശ്വരം അടക്കം BJPക്ക് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ തൃശ്ശൂർ മാതൃകയിൽ അവിടെ BJP വിജയിപ്പിക്കും. തൃശ്ശൂരിൽ എന്താ സംഭവിച്ചത്? ഇവർ രണ്ടുപേരും ഒരുമിക്കുമെന്ന് അറിയാം ജനങ്ങൾക്ക്. അതുകൊണ്ട് അങ്ങനെ ഒരുമിച്ചാലും BJPയെ തോൽപ്പിക്കാൻ പാടില്ല, BJP തോൽക്കാൻ പാടില്ല, NDA തോൽക്കാൻ പാടില്ല എന്നുള്ള ഒരു തലത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ളൊരു തീരുമാനം ജനങ്ങൾ ഒന്നടങ്കം NDA വോട്ട് ചെയ്തു തൃശ്ശൂർ. ആ തൃശ്ശൂർ മാതൃക ഇനി മഞ്ചേശ്വരത്ത് ആവർത്തിക്കാൻ പോകുന്നു. ആ തൃശ്ശൂർ മാതൃക കാസർഗോഡ് ഉൾപ്പെടെ പല നിയോജക മണ്ഡലങ്ങളിൽ ആവർത്തിക്കും. അതുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ തൃശ്ശൂരിൽ ശ്രീ സുരേഷ് ഗോപി MP ആയി ജയിച്ചത്, ആ മാതൃക ജനങ്ങൾക്ക് മനസ്സിലായി. ഇവർ രണ്ടുപേരെയും അവർ തമ്മിൽ ചോദിച്ചാലും തോൽപ്പിക്കാതാക്കാൻ എന്താ വേണ്ടത് എന്ന് ജനങ്ങൾക്ക് അറിഞ്ഞതുകൊണ്ട് അത് കേരളത്തിലെ BJPക്ക് NDAക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലേക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന വോട്ട് പാറ്റേൺ അങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട മണ്ഡലങ്ങൾ ഏതൊക്കെ എന്ന് നിങ്ങൾ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1ാം സ്ഥാനത്തും 2ാം സ്ഥാനത്തും എത്തിയ മണ്ഡലങ്ങളെ A കാറ്റഗറിയിൽ പെടുത്തി നിങ്ങൾ തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. എത്ര സീറ്റ് വരെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പിൽ BJP ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നിയമസഭക്കകത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ള ശക്തിയായിട്ട് മാറും, ഒരു സംശയവും വേണ്ട. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനിയും കുറച്ച് കാലം ഉള്ളത് കൊണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത് കൊണ്ട് എത്ര സീറ്റിൽ എന്നുള്ളതല്ല, ചിലപ്പോൾ നേരിട്ട് തന്നെ അധികാരത്തിലേക്കും വരാം BJP അടുത്ത തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ, ജനങ്ങളുടെ മനസ്സ് അത്രയും വേഗത്തിൽ BJPക്ക് അനുകൂലമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വളരെ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് കാണുന്ന 2 അക്കം ഉറപ്പാണ്. 2 അക്കം മാത്രമല്ല, അതിനപ്പുറത്തും ചിലപ്പോൾ സംഭവിച്ചു കൂടെയെങ്കില്ല. കാരണം നമുക്ക് ABC ഒന്നുമല്ല, അതൊക്കെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പം നമ്മളൊരു മുമ്പത്തെ ഇലക്ഷനിലെ ഒരു കിട്ടിയ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് മണ്ഡലത്തിലെ സാധ്യതയില്ലായ്മയൊക്കെ നമ്മൾ പരിശോധിക്കുന്നത്. അങ്ങനെ അല്ല, ജനങ്ങൾ ഇത്തവണ ആലോചിക്കുന്നത് എല്ലാ മണ്ഡലത്തിലും BJP ജയിപ്പിച്ചെന്താണ്. ചിലപ്പോൾ ധർമ്മടത്ത് ജയിപ്പിച്ചു എന്ന് വരാം, പിണറായി വിജയനെ തോൽപ്പിച്ചു. അത് തുടർ ഭരണം പോയിട്ട് തുടർ സീറ്റ് അവിടെ കിട്ടുമെന്നും വരെ പറയാൻ കഴിയില്ല. ജനങ്ങൾ ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് ആളുകൾ ഇവർ ഇതൊക്കെ അതല്ലാതെ യാഥാർത്ഥ്യത്തിലേക്ക് BJP നേതാക്കൾ നമുക്ക് ഇത്തവണ ഇത്ര സീറ്റാണ് നമുക്ക് കിട്ടാൻ സാധ്യത, അടുത്ത 2031 നമ്മൾ അധികാരത്തിൽ വരാനുള്ള സാധ്യതകളുണ്ട്, അത്തരത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നിങ്ങൾ സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനല്ല, ഇപ്പോൾ BJP ആണല്ലോ പറയുന്നത്. കേരളത്തിലെ പ്രവർത്തകനാണെങ്കിലും BJPക്ക് ഇപ്പം നേരത്തെ ത്രിപുരയിൽ സംഭവിച്ചത് നമ്മുടെ മുമ്പിലില്ലേ? അസ്സാമിൽ എന്തായിരുന്നു BJP?
ത്രിപുരയിൽ CPM അധികാരത്തിൽ തുടർച്ചയായിട്ട് 3 പതിറ്റാണ്ട് കാലം ഉണ്ടായിരുന്നില്ലേ? BJPക്ക് ആ സമയത്ത് എത്ര ശതമാനമാണ് അവിടെ വോട്ടുണ്ടായി? 2% ഉള്ളിടത്തു നിന്നാണ് ഒറ്റയടിക്ക് അധികാരത്തിലെത്തിയത്. അന്ന് അവിടുത്തെ BJPക്കാർ പറയുമ്പോൾ ആരെങ്കിലും വിശ്വസിച്ചോ? ഇല്ല. പക്ഷേ യാഥാർത്ഥ്യമായില്ല അവിടെ. അസമിൽ കോൺഗ്രസ് ആയിരുന്നില്ലേ? വടക്ക് കിഴക്കൻ പിന്നെ രാജ്യങ്ങളിൽ BJPക്ക് എന്തെങ്കിലും ഒരു സാധ്യത ആരെങ്കിലും കൽപ്പിച്ചതാണോ? അവിടെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അഡ്രസ് ഉണ്ടോ? അസമിൽ കോൺഗ്രസ് ആയിരുന്നല്ലോ ഭരിച്ചുകൊണ്ടുണ്ടായിരുന്നത്. അത് ഏതായാലും അങ്ങനെ മോഹൻദയുടെ ഉണ്ടായിരുന്നു, കോൺഗ്രസ് ആയിരുന്നു അവിടെ പ്രധാനപ്പെട്ട ഒരു ഇതും. ആ കോൺഗ്രസിനെ പിന്തള്ളിക്കൊണ്ടാണല്ലോ BJP അവിടെ വന്നത്. അപ്പോൾ CPM ഭരിക്കുന്ന ത്രിപുരയും കോൺഗ്രസിന് സ്വാധീനമുള്ള അസമിലും ഒക്കെ തന്നെ BJPക്ക് വരാൻ സാധിച്ചിട്ടുണ്ട്. നാഗാലാൻഡിൽ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ സമുദായമാണുള്ളത്. അവിടെ ഭരിക്കുന്നത് ആരാ? BJP ആണ്. ഗോവയിലോ അതെ. അപ്പം സ്വാഭാവികമായിട്ടും BJP അടുത്ത ഇലക്ഷനിൽ തന്നെ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞാൽ അതിനെ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. അത് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പരിഹാസമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്ന് വലിയ മാറ്റങ്ങളുണ്ട്. നിങ്ങൾ തൃശ്ശൂർ എന്താ പറഞ്ഞത്? ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിന് മുമ്പേ വരെ ഏറ്റവും അവസാനം പ്രമുഖ ചാനലുകൾ എന്താ പറഞ്ഞത്? സുരേഷ് ഗോപിയുടെ സർവേ അടക്കം സൂചിപ്പിച്ചു. സർവേ നടത്തിയിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള സർവേ അടക്കം എന്താ പറഞ്ഞത്? സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത്. പക്ഷെ അതല്ലാന്നായില്ലേ. അപ്പോൾ സുരേഷ് ഗോപിയുടെ സാധ്യതയും മാധ്യമങ്ങൾ റിസൾട്ട് വരുന്നതിന് തൊട്ട് മുന്നേ വരെ കൽപ്പിക്കാത്തതാ. പക്ഷെ ജനങ്ങൾ അങ്ങനെയല്ല. ജനങ്ങളുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. അതവിടെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. വോട്ടെണ്ണുമ്പോൾ അത് നമുക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ ആർക്കും ഒരു ഭൂരിപക്ഷമില്ലാത്ത ഒരു തൂക്ക് നിയമസഭയ്ക്ക് സാധ്യതയുണ്ടോ? രാഷ്ട്രീയത്തിൽ ഒന്നും നിഷേധിക്കാൻ പറ്റില്ലല്ലോ. പ്രവചിക്കാൻ ഇങ്ങനെ തന്നെ ആയിക്കൂടാ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ആവാം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഒരുപക്ഷെ BJPയുടെ തീരുമാനമായിരിക്കും അടുത്ത ഭരണത്തിനെ സംബന്ധിച്ച് വരിക. അങ്ങനെ വരുമ്പോൾ പ്രധാനപ്പെട്ട കോൺഗ്രസും മുസ്ലിം ലീഗും CPM-ഉം ഇല്ലാത്തൊരു സർക്കാർ വന്നുകൂടായില്ല. കാരണം ഇപ്പോൾ കേരള കോൺഗ്രസ്സുകാർ അവർക്ക് LDF-ലോ UDF-ലോ തന്നെ നിൽക്കണം എന്നെന്താ? അത് ചെറിയ ചെറിയ പാർട്ടികളുണ്ട്, പ്രാദേശികമായിട്ട് ചില മണ്ഡലങ്ങളിൽ മാത്രം സ്വാധീനമുള്ള, പക്ഷെ അവിടെ ജയിക്കുന്ന പാർട്ടികളുണ്ട്. അവർക്കെന്താ ഈ മുന്നണിയുടെ കൂടെ തന്നെ നിൽക്കണമെന്ന്? അവർക്ക് ഏറ്റവും നല്ലത് അവരുടെ പൊതുവായിട്ടുള്ള മണ്ഡലങ്ങളുടെ വികസനത്തിനും കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനത്തിനും കേന്ദ്രത്തിൽ അധികാരത്തിൽ നിൽക്കുന്ന ഒരു പാർട്ടിയുടെ ഒപ്പം നിൽക്കുന്നത് എന്തുകൊണ്ടും ആ രാഷ്ട്രീയ പാർട്ടിക്കും നാടിനും നല്ലത് തന്നെയാണ്. കാരണം വികസനം നടക്കും, ജനങ്ങൾ വികസനം കാക്ഷിക്കുന്നുണ്ട്, വികസനം മുരടിപ്പുണ്ട്. അപ്പോൾ വികസനത്തിൻ്റെ ഒരു റോൾ മോഡലുണ്ട് നരേന്ദ്രമോദിജി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ നരേന്ദ്രമോദിജിയുടെ സെൻട്രൽ ഗവൺമെൻറ്റിനൊപ്പം നിൽക്കുന്ന ഡബിൾ എഞ്ചിൻ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ അത് മൊത്തം കേരളത്തിന് ഗുണമാകുമെന്ന് അവർ ഇപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണല്ലോ അവിടെ നിൽക്കുന്നത്. ഇവിടെ LDF-ൻ്റെ കൂടെ നിൽക്കുന്ന പല ഘടകകക്ഷികളും അവരുടെ CPM-ൻ്റെ നയപരിപാടികൾ അംഗീകരിച്ചുകൊണ്ടോ രാഷ്ട്രീയം അംഗീകരിച്ചുകൊണ്ടല്ല. UDF-നൊപ്പം നിൽക്കുന്നവർ കോൺഗ്രസിൻ്റെയോ മുസ്ലിം ലീഗിൻ്റെയോ ഈ നയപരിപാടികൾ അംഗീകരിച്ചുകൊണ്ടോ ഒന്നുമല്ല, മറ്റു വഴിയില്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ഇവിടെ വേറൊരു വഴി ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ BJP ആ വഴി തുറന്ന് മുമ്പോട്ട് പോകാൻ അവർക്കൊരു ദിശാബോധം, ഒരു വെളിച്ചം പകരുമെങ്കിൽ അതിലേക്ക് കടന്നു വരും. ഒരു സംശയം വേണ്ട. ഇതിനു മുമ്പേ ഒക്കെ ആരെങ്കിലും പ്രതീക്ഷിച്ചോ ദേവേഗൗഡയുടെ പാർട്ടി BJPക്കൊപ്പം വരുന്നു? വന്നില്ലേ? അത് എല്ലായിടത്തും കാണാം. അതൊക്കെ രാഷ്ട്രീയത്തിൽ അതൊക്കെ സാമാന്യമാണ്. പിന്നെ BJPക്ക് അത്തരം സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാക്കാൻ ഈ കേരള കോൺഗ്രസിന് ഏറ്റവും സുരക്ഷിതമായ ഒരിടം അത് NDA തന്നെയാണോ? എല്ലാ പാർട്ടികൾക്കും, ചെറിയ ചെറിയ പാർട്ടികൾക്ക് ഏറ്റവും സുരക്ഷിതവും അവരുടെ വളർച്ചയ്ക്കും നാടിൻ്റെ വളർച്ചയ്ക്കും ഏറ്റവും ഉപകാരപ്രദമാകുന്നത് NDA തന്നെയാണ്. NDAയുടെ ഘടകകക്ഷികളാവുന്നത് തന്നെയാണ്. പക്ഷേ CK ജാനുവിൻ്റെ പാർട്ടി അത് NDA വിട്ട് പോവുകയാണ് ചെയ്തത്. അത് നിങ്ങൾക്കൊരു തിരിച്ചടിയല്ലേ? ഒരു തിരിച്ചടിയുമില്ല. അവർ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നതിനപ്പുറത്ത് ഞങ്ങളുടെ നേതൃത്വത്തിന് അറിയിച്ചിട്ടില്ല. അതൊക്കെ വേണമെങ്കിൽ സംസാരിച്ചിട്ടൊക്കെ സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന വിഷയങ്ങളാണ്. നിങ്ങളുടെ കൂടി മേഖലയിൽപ്പെട്ട ഒരു ജില്ലയാണല്ലോ വയനാട്. സ്വാഭാവികമായിട്ടും ഈ
ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ BJPക്ക് സാധിക്കും. ജാനു ആദ്യമായിട്ടല്ല പുറത്തു പോകുന്നത്, ഇതിനു മുമ്പേ പുറത്തു പോയിട്ടുണ്ട്. ലോക്സഭ ഇലക്ഷൻ ആകുമ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്, നിയമസഭ ഇലക്ഷൻ ആകുമ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്, ലോക്സഭയിൽ ഞങ്ങൾക്കൊപ്പം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കാനുള്ള മെക്കാനിസം BJPക്ക് ഉണ്ട്. അതിലൊന്നും വലിയ പരിഹരിക്കാനുള്ള മെക്കാനിസം ഉണ്ട്. അതുകൊണ്ട് അതൊന്നും വലിയ BJPയുടെ വളർച്ചയെ തടയിടുകയൊന്നുമില്ല. ഒക്കെ പരിഹരിക്കണമെങ്കിൽ, പരിഹരിക്കാവുന്നതാണെങ്കിൽ, പരിഹരിക്കേണ്ടതാണെങ്കിൽ ഞങ്ങളുടെ നേതൃത്വം പരിഹരിക്കും. അത് എന്തായാലും ഈ NDAയുടെ ഒരു വിപുലീകരണം തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കാൻ സാധ്യതയുണ്ടോ? എല്ലാം സാധിക്കും. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തെരഞ്ഞെടുപ്പ് അടുത്ത് വരട്ടെ, എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു. പല ചെറിയ ചെറിയ പാർട്ടികളും ഞങ്ങളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ ഘടകകക്ഷിയാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പല ഇതിനപ്പുറത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടി തന്നെ വേണമെന്നില്ല. സമൂഹത്തിലെ പല സമുദായങ്ങളുണ്ട്, വലുതുണ്ട്, ചെറുതുണ്ട്. ഈ ചെറിയ ചെറിയ സമുദായങ്ങളടക്കം അവരുടെ വിഷമങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ ഒന്ന് പരിഗണിക്കാൻ പോലും തയ്യാറാകുന്നില്ല LDF UDF. അങ്ങനെ രണ്ടു കൂട്ടരിലും വളരെ അസ്വസ്ഥരായിട്ടുള്ള ചെറിയ ചെറിയ സമുദായങ്ങളും ചെറിയ ചെറിയ ഗ്രൂപ്പുകളും, അത് പ്രാദേശിക തലത്തിലുണ്ട്, അത് മൊത്തം കേരളത്തിലെ സമുദായങ്ങളുണ്ട്. അവർ BJP ആയിട്ട് സഹകരിക്കാൻ തയ്യാറാകുന്നുണ്ട്. അപ്പോൾ അത്തരം ആൾക്കാരുടെ ഒരു ഔട്ട്റീച്ച് BJP അതിനു വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി തയ്യാറാക്കുകയും അവരെയും BJPക്കൊപ്പം നിർത്താൻ, NDAക്കൊപ്പം നിർത്താൻ തയ്യാറായിട്ടുണ്ട്. വലിയ ഒരു വിഭാഗം ക്രൈസ്തവർ അവർ BJPക്കൊപ്പം സഹകരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അവർ തയ്യാറാവുന്നുണ്ട്. ചെറിയ ചെറിയ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ BJP ആയിട്ട് സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ട്. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ, ദേശീയതയുടെ കാര്യത്തിൽ, രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെ കാര്യത്തിൽ അവർക്കുള്ള ആശങ്ക, ആ ആശങ്ക കേരളത്തിൽ വലുതാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? BJP വേണമെന്ന് ആഗ്രഹിച്ച് BJPക്കൊപ്പം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ NDA എന്ന ദേശീയ മുന്നണി, ആ മുന്നണിക്ക് അകത്ത് ചെറിയ ചെറിയ പാർട്ടികൾ കടന്നു വരികയും ഒരുപക്ഷെ LDFനും UDFലും ഇപ്പം നിൽക്കുന്നവർ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നേ വന്നുകൂടായില്ല. തദ്ദേശ സംഭവിക്കും, ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതും സംഭവിക്കും. അല്ലാതെയുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളും കേരളത്തിൽ മൊത്തത്തിൽ നല്ല സ്വാധീനമുള്ള സമുദായങ്ങളും ഗ്രൂപ്പുകളും ആൾക്കാരും വ്യക്തികളും ഒക്കെ തന്നെ ചർച്ചകൾ നടത്തുന്നു. ഞങ്ങൾ ഓരോ ആളുടെയും പ്രയാസങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനോട് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നത്തിൽ പരിഹരിക്കാൻ ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള ആ മുദ്രാവാക്യം മാത്രമല്ല, അത് ഞങ്ങൾ പ്രാവർത്തികമാക്കിയിട്ട് ജനങ്ങളുടെ ഉറപ്പ് കൊടുക്കുകയും അതിനനുസരിച്ച് ജനങ്ങൾ BJPയിൽ ആകർഷിതരായി വരികയും ചെയ്യുന്നുണ്ട്. ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അത് വലിയ തോതിൽ BJPയുമായി അടുത്ത് കൊണ്ടേയിരിക്കുന്ന നമ്മുടെ പല പിതാക്കന്മാരുൾപ്പെടെ BJPയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുന്ന ഘട്ടത്തിലാണ് മണിപ്പൂരിലുണ്ടായ പ്രശ്നങ്ങൾ. അവിടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഛത്തീസ്ഗഡിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കൊരു സംശയം BJPയിൽ വീണ്ടും വരികയാണ്. അങ്ങനെ ആ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായ ആ സംഭവങ്ങൾ കേരളത്തിൽ നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ടോ? ഇല്ല, ചില മാധ്യമങ്ങളും ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളും അങ്ങനെ ഏതെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുള്ള സംഭവങ്ങളെ പർവ്വതീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അത് അവരുടെ രാഷ്ട്രീയമാണ്, അത് തിരിച്ചറിയാൻ കഴിയും. നിങ്ങളീ പറഞ്ഞ എല്ലാ സംഭവങ്ങളിലും ഒരൊറ്റ ആളും BJPയുമായി സഹകരിച്ച ഒരൊറ്റ ആളും BJPയെ തള്ളി പറഞ്ഞിട്ടില്ല. BJPക്കെതിരായിട്ട് അവർ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അവർക്കെല്ലാം വാസ്തവം എന്താണെന്ന് അറിയുന്നു. മണിപ്പൂരിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒട്ടേറെ തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതൊരിക്കലും ഒരു ഹിന്ദു ക്രിസ്ത്യൻ വിഷയമോ അല്ലെങ്കിൽ സംഘപരിവാറും ക്രിസ്ത്യൻ വിഭാഗവുമായിട്ടുള്ളൊരു വിഷയമേ അല്ല. അത് ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ളതാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ലോക്സഭ വരുന്നത്. ലോക്സഭ അതായത് അതിൽ കേരളത്തിൽ ഇത്രയും ചർച്ച നടത്തുന്നതിൽ കൃത്യമായിട്ടുള്ളൊരു അജണ്ടയുണ്ട്. എന്താ? നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു വിഭാഗം നേരത്തെ BJPയിൽ നിന്ന് അകന്നു നിന്ന ക്രൈസ്തവർ, ന്യൂനപക്ഷം, അതിലെ ക്രൈസ്തവർ
BJPയിൽ അടുക്കുന്നു. അപ്പം അത് അപകട മണിയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്, ഒരു വാണിംഗ് ബെൽ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, അപ്പം അത്തരം സംഭവങ്ങളെ തടയിടാൻ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ മണിപ്പൂർ കിട്ടി, അതിനിവിടെ വലിയ രീതിയിൽ പ്രചരണം കൊടുത്ത് ഇവിടെ അപപ്രചരണം നടത്തി നോക്കി. പക്ഷേ അതിനെ ഞങ്ങൾ കൃത്യമായിട്ട് സമുദായത്തിനെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതാണ് ലോക്സഭയിലെ റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ഒരു സംഭവം നടന്നു. അപ്പോൾ ഛത്തീസ്ഗഡിലെ സംഭവത്തിൽ BJPയുടെ നിലപാട് എന്താണ്, എങ്ങനെയാണ് താങ്കൾ സൂചിപ്പിച്ചത് കന്യാസ്ത്രീമാരുടെ വിഷയമാണ്. അവർക്ക് എത്രയും വേഗത്തിൽ ജാമ്യം കിട്ടി, ഇങ്ങനെയുള്ള സംഭവം ഉണ്ടായി. ഇത്തരം ഈ പറയുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങൾ കേരളത്തിൽ LDFും UDFും ഭരിക്കുമ്പോൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അമിത്ഷാക്കൊക്കെ നന്ദി, പ്രധാനമന്ത്രിക്കും അമിത്ഷാക്കൊക്കെ നന്ദി പറഞ്ഞതിന് പാംപ്ലാനി പിതാവിനെതിരെ വലിയ രീതിയിലുള്ള അതൊക്കെ നന്ദി പ്രകടിപ്പിച്ച് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തോട് വഴി അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചതിന് ഇത്രയും അസ്വസ്ഥരാകുന്നത് എന്തിനാണ്? അസഹിഷ്ണുതയുള്ളത് BJPക്കല്ല. ഒരു ബിഷപ്പ്, ബഹുമാന്യനായിട്ടുള്ള ഒരു ബിഷപ്പ് ഒരു സംഭവത്തിൽ ഇടപെട്ട് അതിൽ അവർക്ക് നീതി ലഭ്യമാക്കിയ സർക്കാരിനും മന്ത്രിക്കും അതിൻ്റെ ബന്ധപ്പെട്ട നേതൃത്വത്തിന്, സംസ്ഥാന BJPയുടെ നേതൃത്വത്തിന് അടക്കം ഒരു നന്ദി പറഞ്ഞപ്പോൾ എങ്ങനെയാണ് അസ്വസ്ഥമായിട്ട് അസഹിഷ്ണുതയോട് കൂടിയിട്ട് ആ വന്ധ്യ ബിഷപ്പിനോട് പെരുമാറിയിട്ടുള്ളത്? അങ്ങനെയൊന്നും BJP പെരുമാറുന്നില്ലല്ലോ. അപ്പോൾ ആദ്യഘട്ടത്തിൽ BJPക്കെതിരായിട്ട് പലരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. BJP അതിനെ വളരെ സഹിഷ്ണുതയോട് കൂടിയിട്ടല്ലേ കണ്ടത്. ഞങ്ങൾ ആരെങ്കിലും അവർക്കെതിരായിട്ട് സൈബർ ആക്രമണം നടത്തിയോ? ഞങ്ങൾ ആരെങ്കിലും അവർക്കെതിരായിട്ട് പരസ്യമായിട്ട് ഇതാക്കിയോ? ഇല്ലല്ലോ. അവർക്കൊപ്പമുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ ന്യായമാണെങ്കിൽ അവർക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ അവർ സമീപിക്കുന്നത്. അപ്പോൾ ആക്ച്വലി ന്യൂനപക്ഷങ്ങളോടായാലും ഭൂരിപക്ഷങ്ങളോടായാലും അവരുടെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ളൊരു നിലപാട് സ്വീകരിച്ചാൽ വളരെ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുന്നവർ, നേരത്തെ അത് ശാരീരിക ആക്രമണമായിരുന്നു, ഇപ്പോൾ സൈബർ ആക്രമണം നടത്തുന്നത് LDFും UDFും BJP അല്ല. ആ വാസ്തവം ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. അതാണ് അതിൻ്റെ ഒരു സംഗതി. നിങ്ങൾ BJP എപ്പോഴും പറയുന്നത് കേരളത്തിലെ ഒരു മത തീവ്രവാദത്തെക്കുറിച്ച്, തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വലിയ തോതിലുള്ള ചർച്ച BJP എന്നും ഉണ്ടാക്കാറുണ്ട്. ഏറ്റവും ഒടുവിൽ മാടായിൽ നമ്മളത് കണ്ടു. മാടായി പാറയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സംഘടന GIO എന്ന സംഘടന തിരുവോണ ദിവസം അവിടെ പ്രകടനം നടത്തുന്നു. അതിനെ വലിയ രീതിയിൽ BJP പൊതുസമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ ഒരു സ്കൂൾ കേന്ദ്രീകരിച്ച് പോലും തീവ്രവാദ പ്രവർത്തനം നടക്കുന്നു എന്ന വലിയ ആരോപണം BJP ഉയർത്തുകയാണ്. ഈ പ്രചരണത്തിന് പിന്നിൽ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു രാഷ്ട്രീയമായ ഒരു ഭീതിപ്പെടുത്തലിന്റെ കാര്യങ്ങളാണോ, അല്ല ഇതിൽ യാഥാർത്ഥ്യങ്ങളുണ്ടോ? ഞങ്ങളത് രാഷ്ട്രീയ വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവന്നിട്ടുള്ള വിഷയമേ അല്ല. വാസ്തവത്തിൽ മാടായിക്കാവ് ക്ഷേത്രഭൂമിയിൽ തിരുവോണ ദിവസം പാലസ്തീൻ അനുകൂല പ്രകടനം നടത്തി. ആ പ്രകടനത്തിനെതിരായിട്ട് കേസെടുത്തവരാരാ? കേരളത്തിലെ പിണറായി പോലീസാണ്. ഞങ്ങളല്ലല്ലോ ഭരിക്കുന്നത്. മോദിയുടെ പോലീസ് അല്ലല്ലോ, പിണറായിയുടെ പോലീസ് അല്ല. എന്നാ കേസെടുത്തില്ലെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ പറയട്ടെ, അതായത് BJPയുടെ ഒരു ആരോപണമല്ല, നേരെ മറിച്ച് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന പിണറായി പോലീസിന് പോലും ബോധ്യമായി അവിടെ അത്തരം ഒരു കലാപം സൃഷ്ടിക്കാനുള്ള ഒരു വിഷയമുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അവിടെ നിയമവിരുദ്ധമായിട്ട് സംഘടിച്ചെത്തി ആ ക്ഷേത്രഭൂമിയിൽ പ്രകടനമായിട്ട് പോയിട്ടുള്ളത്. പാലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയർത്തിയെന്ന് മാത്രമല്ല, അവിടെ കൊടിയുണ്ടായിരുന്നു, പ്ലക്കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കേസെടുത്തു. ആ കേസെടുത്തത് കൊണ്ട് മാത്രമല്ല, അപ്പോൾ BJP ഉന്നയിക്കുന്ന വിഷയം, BJPയുടെ ആരോപണം രാഷ്ട്രീയമല്ല, നേരെ മറിച്ച് ഒരു വാസ്തവമായിട്ടുള്ള സംഭവമാണ്. നിർഭയമായിട്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. നിങ്ങൾ നോക്കൂ, ആ സ്കൂള് മാടായി ക്ഷേത്രം ഈ പ്രകടനം നടത്തിയ ക്ഷേത്രത്തിൻ്റെ ഭൂമിൻ്റെ അടുത്തല്ല, 3-4 കിലോമീറ്റർ ഇപ്പുറത്താണ്. 3-4 കിലോമീറ്റർ ഇപ്പുറത്ത് ഉള്ള ഒരു സ്കൂളിൽ നടന്നിട്ടുള്ള ഒരു ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് അതിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പറയുന്നത്. 10-30 യുവതികളായിട്ടുള്ള, അതുപോലെ തന്നെ കുട്ടികളായിട്ടുള്ള പെൺകുട്ടികൾ പങ്കെടുക്കുന്നു, GIOയുടെ സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ. എന്നിട്ട് ആ 4 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് എന്തിനാണ് അവിടെ പ്രകടനം നടത്തുന്നത്? ഏറ്റവും ജനശ്രദ്ധ ആകർഷിക്കാനാണെങ്കിൽ അവർക്ക് പഴയങ്ങാടി ടൗൺ ഉണ്ട്,
പഴയങ്ങാടി ടൗണിൽ എന്തുകൊണ്ട് നടക്കാത്തത്? അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു അജണ്ടയുണ്ട്. ആ അജണ്ടയുടെ ഭാഗമായിട്ട് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ളൊരു ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പാണ് അവിടെ നടന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രകടനമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് പോലീസ് കേസെടുത്തത്. ആ വിഷയമാണ് ഞങ്ങൾ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിൽ രാഷ്ട്രീയമേ ഇല്ല. അതാണ് ശരിയായിട്ടുള്ള വിഷയം. അതിനെ രാഷ്ട്രീയവൽക്കരിച്ചതാരാം? CPM ആണ്. കാരണം ഈ പോലീസ് എടുത്ത കേസ്, ആ കേസ് നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കാൻ അവസരം ഉണ്ടാക്കുന്നതിന് പകരം കേസിനെ അട്ടിമറിക്കാനുള്ള ആ FIRൻ്റെ ഉള്ളടക്കത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, കേസ് എടുത്ത നിലപാടിനെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത് CPM ആണ്. അതിനെതിരായിട്ട് രംഗത്ത് വന്നത് SDPI ആണ്. അപ്പം ജമായത്തെ ഇസ്ലാമിയുടെ ഒരു സംഘടന നടത്തിയിട്ടുള്ള പരിപാടിയെ അനുകൂലിച്ചുകൊണ്ട് SDPIയും CPM ഒരുപോലെ വരുന്നു. അതുപോലെ തന്നെ അപകടം നിറഞ്ഞൊരു മൗനം ഇവിടെയുണ്ട്. ആ മൗനം എന്ന് പറയുന്നത് ഇവിടുത്തെ ഔദ്യോഗിക പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസിൻ്റെയാണ്, UDFൻ്റെതാണ്. അപ്പം അവിടെ ഭരിക്കുന്നത് ആ പഞ്ചായത്ത് മുസ്ലിം ലീഗാണ്, UDF ആണ് അല്ലേ? അപ്പം അവർ അതിനകത്തൊരു നിലപാട് പറയുന്നില്ല, ഈ സംഭവത്തെ തള്ളി പറയുന്നില്ല. അപ്പം ഈ തീവ്രവാദി സംഘടനയായിട്ടുള്ള ജമായത്തെ ഇസ്ലാമിൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ക്യാമ്പും അതിനെ തുടർന്നിട്ടുള്ള പ്രകടനവും പലസ്തീൻ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ CPM അനുകൂലിക്കുമ്പോൾ, SDPI അനുകൂലിക്കുമ്പോൾ അതിന് മൗനത്തോട് കൂടിയിട്ടുള്ള അംഗീകാരമാണ് കോൺഗ്രസ് കൊടുക്കുന്നത്, മുസ്ലിം ലീഗ് കൊടുക്കുന്നത്. അതിനെ തള്ളിപ്പറയുന്നില്ല. ഈ തള്ളിപ്പറയാതെ തീവ്രവാദി പ്രവർത്തനത്തെ വെള്ളപൂശുന്ന, സംരക്ഷിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് മുന്നണികൾക്കും എതിരായിട്ടുള്ള നിലപാടാണ് BJP അവിടെ സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ രാഷ്ട്രീയമല്ല. ഇത് രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെയും രാജ്യത്തിൻ്റെ താല്പര്യവും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. രാഷ്ട്രീയമേ അതിനകത്ത് തീരെയില്ല. ഈ ജമാഅത്തെ ഇസ്ലാമി ഈ LDFന്റെ ഭരണം തന്നെ മാറണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനം നടത്തുന്നതാണ്. അവർ പൂർണ്ണമായും UDFനെ പിന്തുണക്കും എന്നുള്ള ഒരു പ്രഖ്യാപനത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നതാണ് വെൽഫെയർ പാർട്ടി. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമാണ് വെൽഫെയർ പാർട്ടി അത്തരത്തിലുള്ള ഒരു നിലപാട് എടുത്തു മുന്നോട്ട് പോകുമ്പോൾ CPM എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടത്? ജമാഅത്തെ ഇസ്ലാമിയുടെ സംഘടനയുടെ പിന്തുണ നേരത്തെ തേടിയിട്ടുള്ളവരാണ്, അവരുടെ വേദികളിൽ പ്രസംഗിച്ചിട്ടുള്ളവരാണ്, അവർക്കൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. LDFൻ്റെ ഘടകകക്ഷി അല്ലെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനോട് അവർ സമരസപ്പെട്ട് അവർ ഒരു രാഷ്ട്രീയ സഖ്യം LDFന് പുറത്തുണ്ടാക്കിയവരാണ്. എന്നുവെച്ചാൽ LDFന് ഘടകകക്ഷിയാക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത്തരം ഒരു ചരിത്രം അവിടെയുണ്ട്. ഇന്നത്തെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ വേദിയിൽ പ്രസംഗിക്കുക മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിനെ പിന്തുണച്ചുകൊണ്ട് CPMൻ്റെ എല്ലാ നേതാക്കന്മാരും പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ ഇപ്പോൾ അവർ തീവ്രവാദി സംഘടന എന്ന് പറയുമ്പോഴും അവർ നേരത്തെ ആ സംഘടനക്കൊപ്പം സഹകരിച്ചവരാണ്. ഇപ്പോൾ അവർ ചെയ്യുന്നത്, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ അവർക്ക് രഹസ്യമായിട്ട് വേണം, അവരുടെ വോട്ട് വേണം. അപ്പോൾ ഈ ഒരു വിഷയം വന്നപ്പോൾ അവരുടെ പിന്തുണ ലഭ്യമാക്കാൻ വേണ്ടിയിട്ടാണ്, പരസ്യമായിട്ട് അവരെടുത്ത് ഒരു സഖ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ കുതന്ത്രത്തിൻ്റെയും നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് CPM ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള നിലപാട്. ഒന്ന്. രണ്ടാമത്തത്, CPM എക്കാലത്തും സ്വീകരിച്ചൊരു നിലപാടെന്ന് പറയുന്നത് ഹൈന്ദവ ക്ഷേത്രങ്ങൾക്കും ഹൈന്ദവ വിശ്വാസങ്ങൾക്കും ഹൈന്ദവർക്കും എതിരായിട്ടുള്ള ഒരു നിലപാടാണ്. അപ്പോൾ അവിടുത്തെ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രാദേശിക സമിതി, ആ ക്ഷേത്ര ഭാരവാഹികൾ, മലബാർ ദേവസ്വമല്ല, അവർ നിരന്തരമായിട്ട് ക്ഷേത്രത്തിൻ്റെ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമ പോരാട്ടത്തിലാണ്. ഹൈക്കോടതി കേസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സിവിൽ കോടതികൾ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് കൊടുത്തപ്പോൾ അവർക്ക് ഗത്യന്തരമില്ലാതെ ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രഭൂമിയെയും സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ഉത്തരവാദിത്വപ്പെട്ട മലബാർ ദേവസ്വം ബോർഡിനെ എതിർകക്ഷിയാക്കിയിട്ട് കാണിക്കേണ്ടി വന്നു. ക്ഷേത്ര ഭൂമി സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിയമസഹായം തരുന്നില്ല, സർക്കാർ വീഴ്ച വരുത്തുന്നു എന്നുള്ളത് കൊണ്ട് ജില്ലാ കളക്ടറെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ എതിർകക്ഷികളാക്കിയിട്ട് അവർക്ക് ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്യേണ്ടി വരുന്നു. മാടായി പഞ്ചായത്തിനെ ഹൈക്കോടതിയിൽ റിട്ടിൽ എതിർകക്ഷിയാക്കി എടുക്കേണ്ടി വരുന്നു. അപ്പോൾ അത്രയും
ഭരണ സംവിധാനത്തിൻ്റെ, സംസ്ഥാന സർക്കാരിൻ്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെയും പിന്നെ സംരക്ഷണം, നിയമപരമായിട്ടുള്ള സംരക്ഷണം ലഭിക്കാതെ പോരാട്ടം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ് മാടായി കാവ് ക്ഷേത്രത്തിനുള്ളത്, അവിടുത്തെ പ്രാദേശിക സമിതിക്കുള്ളത്, അവിടുത്തെ സംരക്ഷണ സമിതിക്കുള്ളത്. അപ്പോൾ അത്തരമൊരു സാഹചര്യം വരുമ്പോൾ അവിടുത്തെ മാടായി പിന്നെ പഞ്ചായത്ത് ക്ഷേത്രത്തിനെതിരായിട്ടുള്ള നിലപാടാണ്. അതുപോലെ തന്നെ പി ദിവ്യ നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുമ്പോൾ അത് പൊതു ഇടമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇതാക്കുന്നത്. CPM നിലപാട് ക്ഷേത്രഭൂമിയല്ല, അത് പൊതു ഇടമാണ്, പൊതുസ്ഥലമാണ് എന്ന നിലക്കാണ്. വിനോദസഞ്ചാരികൾ വരുന്ന, ജനങ്ങൾ ഇരിക്കുന്ന എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നു. അത് വ്യക്തമായിട്ട് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്രവാദി സംഘടനകളെ പ്രീണിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, പ്രീണനമാണ് ഇതിന്റെ ഈ സമരങ്ങളുടെയൊക്കെ കാര്യങ്ങൾ വന്നപ്പോൾ അതിൽ കണ്ട ഒരു പ്രത്യേകമായ ഒരു കാര്യം, കാശ്മീരിൽ, ജമ്മു കാശ്മീരിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി BJP സഖ്യത്തിൽ ആയിരുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള സഖ്യമല്ല. അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവിടെ എന്തുകൊണ്ട് പല അവിടെ 370-ാം വകുപ്പ് ഉണ്ടാവുന്ന സമയത്ത് അവിടെ കേന്ദ്രത്തിന് ഇടപെടാൻ വളരെ പരിമിതി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിമിതിയും അവിടുത്തെ ചില സ്ട്രാറ്റജിയും ഒക്കെ റെഡിയാക്കി എടുക്കണമെങ്കിൽ അത് കുറച്ച് ഗ്രൗണ്ട് വർക്ക് വേണം. അങ്ങനെ ഒരു തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ ചില താൽക്കാലികമായിട്ട് ചില അറേഞ്ച്മെൻറ്റ്സ് നടത്തേണ്ടി വന്നു. ആ അറേഞ്ച്മെൻറ്റ്സ് നടത്തി അവിടെ കുറച്ചു കാലം BJP ഭരിക്കുന്ന സർക്കാരുണ്ടായി. സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്രത്തിലും BJP ഉള്ള സർക്കാർ ഉണ്ടാകുമ്പോൾ ഈ 370-ാം വകുപ്പ് എടുത്തു മാറ്റാനുള്ള ഒരു ആവശ്യമായിട്ടുള്ള ഗ്രൗണ്ട് വർക്ക് നടത്താൻ സാഹചര്യമൊരുക്കി. അതുകൊണ്ടാണ് അത് രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് ലാർജർ ഇൻട്രസ്റ്റ് ഓഫ് ദ നേഷൻ, രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ താൽക്കാലികമായിട്ട് ചില അഡ്ജസ്റ്റ്മെൻറ്റ്, അത് രാഷ്ട്രീയ ലാഭത്തിനല്ല, രാജ്യ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ശ്രീകൃഷ്ണൻ വരെ ചെയ്തിട്ടുണ്ട്. ശ്രീകൃഷ്ണൻ്റെ തന്ത്രമാണ് അവിടെ ഉപയോഗിച്ചത്. അപ്പോൾ ശ്രീകൃഷ്ണനും ചില സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ അപ്പുറത്താണോ എന്ന് തോന്നുന്നുണ്ടെങ്കിലും ശ്രീകൃഷ്ണൻ ഇപ്പോൾ അർജുനനെ ജയിക്കണമെങ്കിൽ ശ്രീകൃഷ്ണൻ കർണനോട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. കർണനോട് തൻ്റെ അമ്മ ആരാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വെളിപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. കുന്തിയെ അയച്ചിട്ടുണ്ട്. അതൊരു തന്ത്രത്തിൻ്റെ ഭാഗമാണ്. എന്ന് വെച്ച് ശ്രീകൃഷ്ണൻ അപ്പുറത്ത് മറുകണ്ഠം ചാടി എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഏത് കൗരവ പക്ഷത്ത് നിന്നു എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഭീഷ്മൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അതായത് ഭീഷ്മൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് അവസാനം ഭീഷ്മനെ എങ്ങനെയാണ് ഒന്ന് സൈഡാക്കുക എന്ന് കൃഷ്ണനാണ് വഴി പറഞ്ഞു കൊടുക്കുന്നത്. അത് അപ്പുറത്ത് ചേർന്നു എന്നുള്ളതല്ലല്ലോ ശ്രീകൃഷ്ണൻ. അതുപോലെ ഒരു തന്ത്രമാണ്. ആ തന്ത്രമാണ് അവിടെ ജയിച്ചത്. ആ തന്ത്രം കൊണ്ടാണ് 370-ാം വകുപ്പ് മാറ്റിയപ്പോൾ ഗ്രൗണ്ട് ക്ലിയർ ആയത്. അവിടെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ അവിടെ സമാധാനം വരികയും ഏറ്റവും വികസനം നടക്കുന്ന രീതിയിലേക്ക് കാശ്മീർ മാറിയത് ആ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അത് രാഷ്ട്രീയ ലാഭത്തിനല്ല. CPMR ചെയ്യുന്നത് രാഷ്ട്രീയ ലാഭത്തിനാണ്. BJP അവിടെ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ നയത്തിൽ നിന്ന് ഒരുപക്ഷെ വ്യതിചലിച്ചു പോയോ എന്ന് ജനങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് താൽക്കാലികമായിട്ട് മാത്രമാണ്. അത് രാജ്യത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ്. BJPയുടെ എക്കാലത്തെയും പ്രഖ്യാപിച്ച നിലപാടായിട്ടുള്ള 370-ാം വകുപ്പ് മാറ്റാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ്. അത് രാഷ്ട്രീയ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ്. ഈ കേരളത്തിലും ഇത്തരത്തിലുള്ള തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ചാൽ മാത്രമേ BJPക്ക് അധികാരത്തിലേക്കൊക്കെ വരാൻ കഴിയൂ എന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ നിങ്ങൾ സഖ്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ? നോക്കൂ, BJPക്ക് കൃത്യമായിട്ട് ഓരോ സംസ്ഥാനത്ത് ഏത് സ്ട്രാറ്റജി എടുക്കണം എന്നുള്ളത് അറിയാം. നാഗാലാൻഡിൽ എന്ത് സ്ട്രാറ്റജി എടുക്കണം, അതുപോലെ അസ്സാമിൽ എന്ത് സ്ട്രാറ്റജി എടുക്കണം. തീവ്രവാദ പാർട്ടിയാണോ? ഇന്നത്തെ നിലയ്ക്ക് മുസ്ലിം ലീഗ് തീവ്രവാദ പാർട്ടി തന്നെയാണ്. തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അത് അവർക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. സപ്പോർട്ട് ചെയ്യാണ്ടിരുന്നാൽ ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാകില്ല. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാകില്ല. അതുകൊണ്ടാണ് അവർ SDPIയെ തള്ളിപ്പറയാത്തത്. അതുകൊണ്ടാണ് അവർ PFIയെ നിരോധിച്ചപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് നിന്നിട്ടുള്ളത്. ജമായത്തെ ഇസ്ലാമി, ഇപ്പം ഞാൻ പറഞ്ഞില്ല നേരത്തെ മാടാവിക്കായൽ ജമായത്തെ ഇസ്ലാമിയ മുസ്ലിം തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് അതിലൊരു നിലപാട് പറയാൻ കഴിയാത്തത്, അതിനെ തള്ളിപ്പറയാൻ കഴിയാത്തത്? അപ്പോൾ തീവ്രവാദി സംഘടനകളായിട്ടുള്ള PFI ആയാലും SDPI ആയാലും ജമായത്തെ ഇസ്ലാമി ആയാലും അവർ ചെയ്യുന്ന ഒരു കാര്യവും തള്ളിപ്പറയാൻ
മുസ്ലിം ലീഗ് തയ്യാറല്ല. അപ്പോൾ മുസ്ലിം ലീഗ് പുറമേക്ക് ഇപ്പോഴത്തെ ഒരു അവരുടെ നിലപാടൊക്കെ കാണുമ്പോൾ പുറമേക്ക് അവർ ജനാധിപത്യം അതുപോലെ തന്നെ മതേതരത്വം ഒക്കെ പറയുന്നുണ്ടെങ്കിലും അവരുടെ അകത്ത് ശരിക്കും ബത്തക്കയാണ്. പുറത്തേക്ക് ഒരു കളറ്, അകത്തൊന്ന്, അത് തന്നെയാണ്. അതുകൊണ്ട് അതെ, ഞാൻ പുറത്തേക്ക് കാണുന്ന കളറല്ല അകത്ത്, പുറമേ ഒന്നാണ് ഉള്ളിൽ വേറെ ഒന്നാണ്. അപ്പോൾ ആ ഇത് തന്നെയാണ് കാണുന്നത്. ഈ നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും അതിശക്തമായ മത്സരം, പൊടിപാറിയ മത്സരം, ത്രികോണ മത്സരം ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഒരു തുടർഭരണം ഇന്ന് വളരെ ശക്തമായി തന്നെ LDF പറയുന്നുണ്ട്. ഇത് യാഥാർത്ഥ്യമാകാൻ സാധ്യതയുണ്ടോ? UDF ഏതെങ്കിലും തരത്തിൽ അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത, കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ള ഒരു സാധ്യത UDF സംബന്ധിച്ചിടത്തോളം ഉണ്ടെന്ന് BJP കരുതുന്നുണ്ടോ? BJP പ്രതീക്ഷിക്കുന്നത് LDFും UDF അല്ലാത്തൊരു ഭരണം കേരളത്തിൽ വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ LDF ആണോ UDF കൂടുതൽ സാധ്യത? അത് ഇലക്ഷനിൽ ഇനിയും സമയമുണ്ടല്ലോ, നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട്. ഇപ്പോൾ അതിനു മുമ്പേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തെരഞ്ഞെടുപ്പുണ്ട്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ BJP അതിശക്തമായിട്ട് മുന്നേറുമ്പോൾ ഒരുപക്ഷെ ഈ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് LDFും UDFും പരസ്യമായിട്ട് ഇന്ത്യ സഖ്യമാണ് കേരളത്തിൽ എന്ന് പറയുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. അതാണ് ഈ BJP നേടാൻ പോകുന്ന വോട്ട് അത് കൂടുതൽ പരിക്കേൽപ്പിക്കുന്നത് കോൺഗ്രസിനെ ആയിരിക്കുമോ CPM ആയിരിക്കുമോ? ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് അത് എഫക്റ്റ് ചെയ്യുക. പൊതുവെ ആയിട്ടല്ല. ചില സ്ഥലത്ത് കോൺഗ്രസിനെ അത് ബാധിക്കും, ചില സ്ഥലത്ത് CPM ജയസാധ്യത ഇല്ലാതാക്കി BJP ജയിച്ചു എന്ന് വരാം, ചില സ്ഥലത്ത് കോൺഗ്രസിന് വോട്ട് കൊണ്ട് BJP ജയിച്ചു എന്ന് വരാം. അത് ഓരോ സ്ഥലത്തെ സ്ഥിതി അനുസരിച്ചിട്ടാണ്. എല്ലാം പൊതുവായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കേരളത്തിലെ സ്ഥിതി അങ്ങനെയാണ്. കാരണം ഇപ്പോൾ CPM വോട്ട് മാത്രമല്ല വരുന്നത്, കോൺഗ്രസിൻ്റെ വോട്ട് വരുന്നുണ്ട്, കേരള കോൺഗ്രസിൻ്റെ വോട്ട് വരുന്നു, ഇവൻ മുസ്ലിം ലീഗിൻ്റെ വോട്ടടക്കം BJPയിലേക്ക് വന്നാൽ അത്ഭുതമില്ല എന്ന സ്ഥിതിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം എതിരായിട്ടോ അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള വോട്ടൊന്നും അല്ല. ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സിനാരിയോ എന്ന് പറയുന്നത് രണ്ട് മുന്നണികളുടെ വോട്ടും BJPക്ക് വരുന്നത് കൊണ്ട് രണ്ട് പാർട്ടിനെയും ഇത് അഫക്റ്റ് ചെയ്യും. ഈ കൂടുതൽ നേതാക്കൾ ഏതെങ്കിലും BJPയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്? ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ കേരളം ഞെട്ടുന്ന രീതിയിലേക്കുള്ള വാർത്തകളൊക്കെ വരാൻ സാധ്യതകളുണ്ട്. സ്വാഭാവികമായിട്ട് അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ജനങ്ങൾ വരുന്നുണ്ട്, നേതാക്കന്മാർ അതിന്റെ പിന്നാലെ വന്നോളും, ഒരു സംശയവും വേണ്ട. എന്തായാലും ഇവിടെ ഒരു മുന്നണി സംവിധാനത്തിലേക്ക്, ഒരു പാർട്ടി സംവിധാനത്തിലേക്ക് പോകുമ്പോൾ BJP കോൺഗ്രസുമായാണോ CPMുമായാണോ കൂടുതൽ ഇനി ഏറ്റുമുട്ടാൻ പോകുന്നത്? BJP LDFും UDFും രാഷ്ട്രീയമായിട്ട് ഒരുപോലെ ഞങ്ങളുടെ പ്രതിയോഗികളാണ്. അല്ല, പല BJP നേതാക്കളും പറയുന്നത് UDF എന്ന സംവിധാനം ഇല്ലാതാകും എന്ന് പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? BJP ജയിക്കുന്ന ഇടങ്ങളിൽ നിങ്ങൾ പരിശോധിച്ച്, ഞങ്ങൾ പല വാർഡുകളും പല ഇപ്പോൾ തൃശ്ശൂർ, കേരളത്തിൽ നമ്മൾ പൊതുവായിട്ട് LDF ആണ് നമ്മുടെ രാഷ്ട്രീയ എതിരാളി എന്ന് പറയുമ്പോഴും ഞങ്ങൾ ജയിച്ചിട്ടുള്ളത് എവിടെയാണ്? കോൺഗ്രസ്സാണ്. കോൺഗ്രസിനെ തോൽപ്പിച്ചിട്ട് തൃശ്ശൂർ. ഇനി അപ്പുറത്ത് തിരുവനന്തപുരം ലോക്സഭ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സാണ് ഞങ്ങൾക്ക് തൊട്ട് മുന്നേ ഉള്ളത്. അപ്പോൾ ഓരോ മണ്ഡലത്തെ നോക്കിക്കണ്ടിട്ട് വേണം ആരാണ് അവിടെ, അതാണ് നോക്കേണ്ടത്, പൊതുവായിട്ടുള്ളതല്ല. ഓരോ മണ്ഡലത്തിൽ ഇപ്പോൾ വാർഡിൽ നോക്കുമ്പോൾ വാർഡിൽ കോൺഗ്രസ് ആണ് ഇപ്പോൾ പൊതുവായിട്ട് മുഖ്യ ശത്രു LDF ആണോ UDF ആണോ എന്ന് വെച്ചാൽ ആ പൊതുവായിട്ട് പറയുന്നതിന് പകരം ഓരോ മണ്ഡലത്തിൽ, അത് വാർഡാണെങ്കിൽ വാർഡ്, നിയമസഭയെങ്കിൽ നിയമസഭ, ലോക്സഭയാണെങ്കിൽ ലോക്സഭ, അവിടെ ആരാണ് എന്നനുസരിച്ചിട്ടുണ്ടാവും മുഖ്യ ശത്രുവിനെ BJP തീരുമാനിക്കുക. ഈ CPM മുഖ്യ ശത്രുവാണോ? ഓൾ ഇന്ത്യ തലത്തിൽ CPM അപ്രസക്തമാണ്. കേരളത്തിൽ ഇപ്പോൾ ഭരിക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് BJP പ്രതിപക്ഷത്തുള്ളത് കൊണ്ട് അവരുടെ മുഖ്യ ശത്രുവാണ്. അതേസമയത്ത് കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന UDF ഉള്ള കേരളത്തിൽ മുഖ്യശത്രു UDFുമാണ്. അപ്പം അതത് സാഹചര്യം അനുസരിച്ചിട്ടാണ് മുഖ്യശത്രുവും.
ഞാൻ പ്രതീക്ഷിക്കുന്നത് CPM കേരളത്തിലും അപ്രസക്തമാകുന്ന കാലമാണ്. അതിന് മൊത്തം നേട്ടം BJPക്കാണ്. അങ്ങനെ അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് കുറച്ച് ഹിന്ദുക്കളെയൊക്കെ ഒന്ന് കൂടെ നിർത്താൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അയ്യപ്പ സംഗമം. ന്യൂനപക്ഷത്തെ ഊട്ടിപിടിക്കാൻ വേണ്ടിയിട്ട് ന്യൂനപക്ഷങ്ങളുടെ അയ്യപ്പ സംഗമം അവർ പറയുന്നത് ദേവസ്വം ബോർഡ്, പക്ഷേ ന്യൂനപക്ഷത്തിൻ്റെ സർക്കാരിൻ്റെ ചിലവിൽ. ഇത് തമ്മിൽ യോജിക്കാൻ പറ്റാത്തതാണ്, പരസ്പരം വൈരുദ്ധ്യമുണ്ട്. CPMന് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് വരെ അറിയാത്തൊരു സ്ഥിതിയിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ പറഞ്ഞതിന് വിഴുങ്ങിയാണ്. എന്നാൽ ആചാര ലംഘനത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ആചാര സംരക്ഷണത്തെക്കുറിച്ച് ഒരു അക്ഷരം പറയുന്നുമില്ല. അപ്പോൾ വാസ്തവത്തിൽ ഹൈന്ദവ ആചാരങ്ങളെ സംരക്ഷിക്കാനല്ല, ഹൈന്ദവ വോട്ടിന് ലക്ഷ്യം വെച്ചിട്ടുള്ള എന്തെങ്കിലും മുതലെടുപ്പ് നടത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അതൊന്നും ആ കാലമൊക്കെ പോയി. ജനങ്ങളിപ്പോൾ കൃത്യമായിട്ട് വാട്ട് ഈസ് വാട്ട്, ഹൂ ഈസ് ഹൂ എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട്. എന്തായാലും BJP എങ്ങനെയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും സമീപിക്കാൻ പോകുന്നത് എന്നതിന്റെ ഏകദേശ ചിത്രം BJPയുടെ കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് നമ്മളോട് വിശദീകരിച്ചു കഴിഞ്ഞു. എഴുതിത്തള്ളാൻ പറ്റുന്ന നിലയിലേക്ക് ഇനി BJPയെ ആരും കാണേണ്ടതില്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പറയുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താണോ സംഭവിച്ചത് അതിനേക്കാൾ വലിയ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ നടക്കാൻ പോകുന്നു എന്നാണ് K. ശ്രീകാന്ത് വ്യക്തമാക്കുന്നത്. ഇരു മുന്നണികളുടെയും നെഞ്ചിടിപ്പേറ്റുന്ന പ്രവർത്തനങ്ങൾ കേരളത്തിൽ BJP ആവിഷ്കരിച്ചു കഴിഞ്ഞു. അത് എഴുതിത്തള്ളാവുന്നതല്ല എന്നതിൻ്റെ വ്യക്തമായ ചിത്രം കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും മണ്ഡലങ്ങളിലും കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. BJP പിടിക്കുന്ന ഓരോ വോട്ടുകളും ഇരു മുന്നണികളുടെയും ഉറക്കം കെടുത്തും എന്ന കാര്യത്തിലും സംശയമില്ല. ഓരോ മണ്ഡലത്തിലും ഏത് പാർട്ടി ഏത് മുന്നണി ജയിക്കണം എന്ന് തീരുമാനിക്കാനുള്ള ശക്തിയായി കേരളത്തിൽ BJP മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ BJP നിർണായക ശക്തിയായി മാറാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളാണ് വരാനിരിക്കുന്നത്. അത് തന്നെയാണ് ഉറ്റുനോക്കുന്നതും രാഷ്ട്രീയ കേരളം. എന്ത് സംഭവിക്കും എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയം മാറിക്കഴിഞ്ഞു എന്നാണ് BJPയുടെ വിലയിരുത്തൽ. നമുക്കിനി അധിക നാൾ കാത്തിരിക്കേണ്ടതില്ല. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി. അത് കഴിഞ്ഞാലുടൻ നിയമസഭാ തെരഞ്ഞെടുപ്പ്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്. നമ്മളോടൊപ്പം നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ വളരെ വ്യക്തമായി മറുപടി നൽകിയ BJPയുടെ കോഴിക്കോട് മേഖലാ സെക്രട്ടറി K. ശ്രീകാന്തിന് എല്ലാവിധ ഭാവുകങ്ങളും അദ്ദേഹത്തിന്റെ തുറന്നുള്ള പ്രവർത്തനങ്ങളിൽ നൽകുകയാണ്. എല്ലാവരുമായും വളരെ സ്നേഹത്തോടുകൂടി ജനങ്ങളുമായി ഇടപഴകി പ്രവർത്തിക്കുന്ന നേതാവാണ് K. ശ്രീകാന്ത്. കാസർഗോഡ് ജില്ലയിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, അവിടെ ആ ജില്ലയിൽ പാർട്ടിയെ നയിച്ച നേതാവ്, ഇപ്പോൾ 4 ജില്ലകളെ നയിക്കുന്ന നേതാവ്. അങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ BJP രംഗത്തിറക്കിയിട്ടുള്ളത്. വളരെ ശാസ്ത്രീയമായ ഒരു പഠനം എന്ന് തന്നെ നമുക്ക് പറയാം. അവരുടെ ഓരോ ഭാരവാഹികളും ആ രീതിയിൽ തന്നെയാണുള്ളത്. അപ്പോൾ BJP രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഭരണം എന്നത് തന്നെയാണ് അവരുടെ മുദ്രാവാക്യവും. വികസിത കേരളം എന്ന ആ മുദ്രാവാക്യവുമായി അവർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും അത് തെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. അടുത്തയാഴ്ച മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.